ഇലല്ല, അള്ളാഹുവിലേക്ക്. ഈ ഇല അത് ഞാൻ പറയാൻ വിട്ടതാണ്. അതിന്റെ ഒരു സുഹൃത്ത് ചോദിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ, നിങ്ങൾ ഉലായിക്കൽ അൻആം, അവര് കാലികളെ പോലെയാണ് എന്നാണ്. കാ എന്ന് പറഞ്ഞാൽ പോലെ എന്നല്ലേ? കാ എന്ന് പറഞ്ഞാൽ പോലെ എന്നല്ല. ഇല എന്ന് പറഞ്ഞാൽ ലേക്ക് എന്നല്ല. മിൻ എന്ന് പറഞ്ഞാൽ നിന്ന് എന്നല്ല. അല എന്ന് പറഞ്ഞാൽ മേൽ എന്നല്ല. അൽ കലമു അല സബ് അല താവില, പേനമേശയുടെ മുകളിലാണ്. അത് ലുഗത്തുൽ അറബിൽ പറ്റും, പക്ഷെ ഖുർആനിൽ അത് പറ്റൂല. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ, റഹ്മാൻ അർശിന്റെ മുകളിലാണോ? റഹബത്തു, ഞാൻ പോയി, മീൻ മണ്ണർക്കാടിയിലാ തീരൂർ, ഞാൻ ഇവിടേക്ക് എത്തി. എന്നാൽ ഇന്നി മുഹാജിറുൻ ഇലല്ല, ഞാൻ അള്ളാഹുവിലേക്ക് തന്നെ. എവിടേക്കാണോ? ടു എന്നാണോ? അല്ല, ദൈവത്തിന്റെ മാർഗത്തിൽ ഞാൻ ജീവിക്കുകയാണ്, അതിലേക്കാണ് പോകുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. റഹ്മാൻ അർശിലാണെന്ന് പറഞ്ഞാൽ റബ്ബല്ല അർശിൽ, റഹ്മാനാണ് അർശിൽ. കാരണം അർശിൽ കയറാൻ അധികാരം റഹ്മാനാണ്. 12 സ്ഥലത്താണ് അർ-റഹ്മാനു അലൽ അർശ് വന്നിട്ടുള്ളത്. അപ്പൊ അർശുമേൽക്ക് കയറാനുള്ള അധികാരം റഹ്മാൻ തന്നെയാണ്. എന്തുകൊണ്ടാണ് റഹ്മാൻ അർശി കയറാനുള്ള കാരണം എന്ന് പിന്നെ പറയാം. എന്ന് പറഞ്ഞാൽ അല എന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹുവിന്റെ ഔന്നിത്യത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്, അല്ലാതെ അർശിന്റെ മോളിൽ കുത്തിരിക്കാന്നല്ല. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ നിങ്ങൾക്ക്? അള്ളാഹുവിന്റെ മക്കാനിന്റെയും മർത്തബയുടെയും ഔന്നിത്യത്തെയും അസിലിയത്ത് ശാശ്വതത്വത്തെയുമാണ് അവിടെ സൂചിപ്പിക്കുന്നത് അല എന്നുള്ളത് കൊണ്ട്. എന്നതുപോലെ തന്നെ ക എന്ന് പറഞ്ഞാൽ പോലെ എന്നല്ല, അവിടെ തെശുബീഹിനല്ല. അവൻ തന്റെ അൻആമിന്റെ പണി എന്താണോ അതിൽ മാത്രം പരിമിതപ്പെടുത്തിയവൻ ആണ് എന്നാണ് അതിന്റെ കാഫിൻ എന്നാണ്. അതിൽ മതിയാക്കിയവനാണ് അവൻ എന്നാണ് അതിന്റെ അർത്ഥം. അതിനെ ഹമൂലത്താക്കണില്ല, അതിനെ ഫർഷാക്കണില്ല, അതിനെ ബഹായിമാക്കി നിർത്തിയിരിക്കുകയാണ് അവൻ. ഹമൂലത്ത് എന്ന് പറഞ്ഞാൽ അത് അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കാൻ അതിനെ വിടുന്നില്ല. അള്ളാഹുവിന്റെ അറിവുകൾ തേടി ഫറാശാകാൻ അതിനെ വിടുന്നില്ല, അവന്റെ റിസ്ക് തിന്നുകൊണ്ട്. അതാണ് ഫറഷൻ. വമിനൽ അൻആമി ഹമൂലത്തൻ വഫർഷൻ. അൻആമുകളിൽ ഹമൂലത്തുണ്ട്, ഫർഷുണ്ട് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾ അവന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്നവയുണ്ട്. ദൈവത്തിന്റെ വെളിച്ചം തേടി ഫറാശായി ഷരീഫാകാൻ പോകുന്ന ആളുകളുമുണ്ട്. അവരിൽ ഫറശിലെത്തിയാൽ അവൻ ഷറഫിലെത്തും, ഷറഫിലെത്തിയാൽ അവൻ ഷരീഫാവും. ഇത്രയേ എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളൂ. അപ്പൊ ഇനി എന്നാണ് വബനാത്തു ഖാലാത്തിക്കല്ലാത്തി ഹാജർന മഅക, നിന്റെ കൂടെ നിന്റെ മനസ്സിൽ കുറച്ചറിവുകൾ കൂടി അള്ളാഹുവിലേക്ക് ഹിജ്റ വരുന്നുണ്ടല്ലോ, അവരെയും കൂട്ടിക്കോ നിന്റെ കൂടെ. അല്ലേ? എന്താ സുഖം, ഒരു പെണ്ണെട്ടലും ഇല്ല, വളരെ സുഖം. വംറഅത്തും മൂമിനത്തുൻ, ഓരോ മനുഷ്യന്റെ മനസ്സിലും ഒരു മൂമിനത്തായ കണ്ണാടിയുണ്ട്. ഓരോ മനുഷ്യന്റെ മനസ്സിലും ഒരു മൂമിനത്തായ കണ്ണാടിയുണ്ട്, ഒരു മിർആത്തുണ്ട്. അവളാണ് അവന്റെ ഇമ്രാത്ത്. ഏത് ഫിർഔനിന്റെ ഉള്ളിലും ഒരു മൂമിനത്തായ മിർആത്തുണ്ട്. അതാണ് മൂസയാകുന്ന നബിയോട് പറഞ്ഞത്, മൂസേ ആ ഇമ്രാത്തിനെയും കൂടെ കൂട്ടിക്കോ, അവൾ നല്ലവളാണ്. അവൾ യാത്ര തുടങ്ങിയത് നോഹിൽ നിന്നാണ്, അവിടുന്നൊക്കെ അവള് പോകേരുന്ന സംഗതി. നോഹിന്റെ മനസ്സിലുണ്ടാവുമ്പോൾ ആ ഇമ്രാത്ത് മുശ്രിക്കത്തായിരുന്നു. ലൂത്തിന്റെ അവിടേക്ക് വന്നപ്പോഴും ബാഹ്യമായ ലൂത്ത് നല്ലവനാണെങ്കിലും ഉള്ളിലുള്ള ലൂത്ത് പോക്കേയിരുന്നു. എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഒരു പോക്കുണ്ട്, അല്ലേ? അവൻ ഇടയ്ക്കിടെ പുറത്തു വരും, അല്ലേ? യൂസുഫിലെത്തിയപ്പോൾ ആ ഇമ്രാത്ത് അസീസത്തായിരുന്നു, അഹങ്കാരിയായിരുന്നു, ഇസ്സത്തുള്ളവളായിരുന്നു അവൾ അറിവിന്റെ വാതിൽക്കൽ പോകാൻ അനുവദിക്കാതെ തടസ്സമായി നിൽക്കുകയായിരുന്നു അവൾ. കുപ്പായം തന്റെ കാഴ്ചക്ക്, കണ്ണിന് കാഴ്ച കിട്ടുന്ന, തന്റെ ചിന്തക്ക് കാഴ്ച കിട്ടുന്ന കുപ്പായം പിന്നിൽ നിന്ന് വലിക്കാൻ തയ്യാറായി വാതിൽക്കൽ നിൽക്കുകയായിരുന്നു അവൾ. ആ അഹങ്കാരത്തിന്റെ കണ്ണാടി മനസ്സിൽ, ആ വാതിൽ പ്രവേശിക്കുമ്പോൾ അറിവുകളെ സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് കടക്കണമെന്ന് വദ്ഖുലുൽ ബാബ സുജ്ജദൻ, അറിവുകളെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് വേണം അറിവിന്റെ വാതിലിക്കലൂടെ കടക്കാൻ.
ആ അറിവിന്റെ വാതിലിക്കൽ അഹങ്കാരത്തിന്റെ എല്ലാ ഭാണ്ഡങ്ങളും ഇറക്കി വെക്കണം. വഖൂലു ഹിത്തത്തുൻ, അത് നീ നിന്റെ മഹത്വത്തായിട്ട് കാണണം. മഹത്വത്തുൽ കിത്താർ, റെയിൽവേ സ്റ്റേഷൻ, അവിടെ എല്ലാ ഭാരങ്ങളും ഇറക്കി വെക്കണം. ഹത്ത യഹത്തു മഹത്വത്ത് സ്റ്റേഷൻ, അവിടെ നിന്റെ അജ്ഞതയുടെ ഭാണ്ഡങ്ങളൊക്കെ ഇറക്കി വെച്ച് വിജ്ഞാനത്തെ മുഴുവൻ സ്വീകരിക്കാൻ സുജൂദ് ചെയ്തുകൊണ്ട് ആ അറിവിന്റെ വാതിൽക്കൽ നീ പ്രവേശിക്കണം. എന്തൊരു സുഖം! പക്ഷേ നിന്റെ ഉള്ളിലുള്ള യാക്കൂബിന് കാഴ്ച നൽകുന്ന ആ കമീസ് കീറാൻ അവൾ വാതിൽക്കൽ തടസ്സമായി നിൽക്കുന്നുണ്ട്. ആ ഇമ്രത്തുൽ അസീസ്, ഇസ്സത്തിന്റെ കണ്ണാടി അല്ലെ, ആ ഇസ്സത്തിന്റെ കണ്ണാടി ഫിർഔനിലേക്ക് എത്തിയപ്പോൾ അവൾ മൂമിനത്തായി. ആ നഫ്സ് മൂമിനത്തായി. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ അവൾ എല്ലാ തിന്മകളുടെ കടന്നു വരാനുള്ള പഴുതുകളൊക്കെ കൊട്ടിയടച്ച് കോട്ടകൾ കെട്ടി സംരക്ഷിച്ചു നിർത്തി. അഹ്സനത്ത് ഫർജഹ, അപ്പോൾ ഫനഫഖ്നാ ഫീഹി മിൻ റൂഹിനാ, അപ്പോൾ അല്ലാഹു റൂഹ് വിട്ടുകൊടുത്തു. എന്തൊരു സുഖം! ആ മൂമിനത്തിനെയും ഇൻ വഹബത്ത് നഫ്സഹ, നീ പണിയെടുക്കാതെ തന്നെ ആ നഫ്സ്, അവളുടെ നഫ്സിനെ നിനക്ക് തരികയാണെങ്കിൽ എടുത്തുകൊള്ളുക, കൂട്ടിക്കൊള്ളുക. വഹബയുമുണ്ട്, മക്സൂബുമുണ്ട്. കസ്ബ് ചെയ്ത് കിട്ടുന്ന അറിവുകളുമുണ്ട്, താനേ കിട്ടുന്ന അറിവുമുണ്ട്. അതാണ് മൗഹൂബായ അറിവുകളുമുണ്ട്, മക്സൂബായ അറിവുകളുമുണ്ട്. നമുക്ക് ആർജിതമായ അറിവുകളുമുണ്ട്, വെറുതെ കിട്ടുന്ന അറിവുകളുമുണ്ട്. അവൾ ഞാൻ മൂമിനത്തായി നിന്റെ കൂടെ വരട്ടെ എന്ന് സ്വയമേവ തരുകയാണെങ്കിൽ അവളെ വേണ്ടെന്ന് പറയരുത്, കൂടെ കൂട്ടുക. ഇൻ അറാദൻ നബിയോ, നബിയാകുന്ന നീ അയ്യസ്തങ്കിഹ, അതിനെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അതിനെ യാഥാർത്ഥ്യമാക്കാൻ ഇണചേർത്ത് പുതിയ അറിവുകൾക്ക് ജന്മം നൽകാൻ, അങ്ങനെ ആയിക്കോട്ടെ നിക്കാഹ്. ആ പെണ്ണിനെ നിന്റെ മനസ്സിനോട് ഇണചേർത്തുകൊണ്ട് ലോകത്തിന് പുതിയ പുതിയ അറിവുകൾക്ക് ജന്മം കൊടുക്കാൻ ആ നഫ്സിനെ കൂടെ കൂട്ടാൻ തയ്യാറാവുകയാണെങ്കിൽ കൂടെ കൂട്ടുക. എന്നിട്ട് ലോകത്തിന് പുതിയ പുതിയ നല്ല അറിവുകൾക്ക് സൃഷ്ടിച്ചു കൊടുക്കുക.